നാസർ മഅ്ദനി ഒരു വർഗീയവാദിയല്ല. കാരണം അന്ന് 1992 ഡിസംബർ 6 ഇന്ത്യയുടെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഭാഗമായ ബാബറി മസ്ജിദിന്റെ മുനാരങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ അന്ന് മഅ്ദനി സത്യവിശ്വാസികളോട് മാത്രമല്ല ഈ മാനവരോട് മുഴുവനും ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് 1000 പള്ളികൾ തകർക്കപ്പെട്ടാലും ഒരമ്പലത്തിന്റെ മുറ്റത്ത് നിന്ന് ഒരു പിടി മണ്ണ് പോലും മാറരുതെന്ന് പറയുന്നു. അത്രയും സ്വാധീനമുള്ള ഒരു മനുഷ്യനെ കണ്ട്. കാരണം 1993 ഏപ്രിൽ മാസം 14 കോഴിക്കോടുള്ള മുതലക്കുളം മൈതാനിയിൽ വെച്ച് രാജ്യത്ത് ആദ്യമായിട്ട് അവർണ മക്കൾക്കും പീഡിത മക്കൾക്കും വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് അബ്ദുൽ നാസർ മഅ്ദനി രൂപം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഇവിടെ പിടിച്ച കുറച്ച് ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ആ കൂട്ടത്തിൽ അന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ സമുദായത്തിലുള്ളവർ മുൻപന്തിയിലുണ്ടായിരുന്നു. ചില സാമുദായിക സംഘടനകൾ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് വലിയ പങ്കുണ്ട്. അദ്ദേഹത്തെ കുടിക്കുന്നതിൽ ലീഗിന് പങ്കുണ്ട്. സംഘപരിവാരത്തിനും എല്ലാത്തിനും ലീഗിന് പങ്കുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് അവർക്കുള്ള ലാഭം അതിനകത്ത്? കാരണം PDP വളർന്നു വന്നാൽ ലീഗ് ഇവിടെ ഇല്ല. അത് ശരി. അദ്ദേഹത്തിന്റെ വളർച്ചയിൽ പലരും വളരെയധികം ഭയന്നിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം വളർന്നു വന്നാൽ ഇന്ന് പല പ്രസ്ഥാനങ്ങളും ഇന്ന് ചവറ്റുകൊട്ടയിലേക്ക് മാറുമായിരുന്നു. അതിൽ ഭയന്നാണ് അദ്ദേഹത്തെ ഒതുക്കി തീർത്തത്. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെ ഉള്ള കേസുകൾ കുടുക്കി ശക്തമായ രീതിയിൽ വെള്ളാപ്പള്ളി നടേശ്, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ഈ സദസ്സിനെ ഞാൻ മലീമസപ്പെടുത്തുന്നില്ല. താങ്കൾ പറഞ്ഞൊരു കാര്യം വളരെ വിവാദമായിട്ടുണ്ട്. താങ്കളുടെ കഴിഞ്ഞ പ്രോഗ്രാമിൽ പറയുകയുണ്ടായി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിചാരിച്ചാൽ, അതായത് കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്, അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത്? അങ്ങനെ പറയാൻ കാരണം, ഇന്ന് എന്റെ ഒരു കാഴ്ചപ്പാടില് കാന്തപുരം AP അബൂബക്കർ ഉസ്താദിന് ഏകദേശം 100ഓളം മണ്ഡലങ്ങളിൽ, ഓരോ മണ്ഡലങ്ങളിലും 10,000-ഓളം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും. മനസ്സിലായോ? ഒരു മണ്ഡലത്തിൽ 10,000 വോട്ടോളം പുള്ളിക്കുണ്ട്. പുള്ളി പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന അണികൾ ധാരാളം ഉണ്ട്. അത്രത്തോളം അദ്ദേഹം പടർന്ന് പന്തലിച്ചു. ഞാൻ പിന്നെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചു. അതായത് അബൂബക്കർ മുസ്ലിയാരെക്കാൾ കൂടുതൽ വാക്കിന് വിലയുള്ള മറ്റൊരാളുണ്ടെന്ന് പറഞ്ഞു, അബ്ദുൽ നാസർ മഅ്ദനി എന്ന് ഞാൻ പറയാം. അതും യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഈ കാന്തപുരം ഉസ്താദിന്റെ പ്രവൃത്തിയും അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദിന്റെ പ്രവൃത്തിയും രണ്ടും രണ്ട് രീതിയാണ്. എന്താണെന്ന് പറയൂ. കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്നത് ഒരു സൈലന്റ് ആയിട്ട് അണികളെ നിർത്തി കൊണ്ടുപോകുന്ന ഒരു രീതിയിൽ മഅ്ദനിക്ക് പറ്റിയ ഒരു ഫോൾട്ട് എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഈ രാജ്യത്ത് പച്ചയായ മനുഷ്യരെ കൊന്നൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്തപ്പോൾ ആ വികാരത്തിന്റെ പുറത്ത് ശക്തമായി ശബ്ദിച്ച ഒരു വ്യക്തിയാണ്. തീർച്ചയായും മനസ്സിലായില്ലേ? ആ ഒരു മനുഷ്യനുണ്ടാകുന്ന വികാരം, അതായത് എന്റെ കൂടപ്പറപ്പിനെയാണല്ലോ ആ കൊല്ലുന്നത് എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നത് കൊണ്ടാണ് മഅ്ദനി അത്രത്തോളം അഗ്രസീവായി സംസാരിച്ചത്, ഉച്ചത്തിൽ ശബ്ദിച്ചത്. അതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ പേരിലാണ് അദ്ദേഹം വേട്ടയാടിയത്. ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന് ഒരുപാട് അണികളെ കൂടെ നിർത്താൻ കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഒത്തിരി അണികളെ കൂടെ നിർത്താൻ കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം വളരുമെന്ന് പലർക്കും അറിയാമായിരുന്നു. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മഅ്ദനി ഉസ്താദൊക്കെ കത്തി നിൽക്കുന്ന സമയം അദ്ദേഹത്തിന് എത്ര ബ്ലാക്ക് കാറ്റ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം പോകുന്ന വഴി എത്ര ആയിരം ആളുകളാണ് തടിച്ചുകൂടിയിരുന്നത്. അതാണ് അത്രത്തോളം അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. അതെ, അത്രയും സ്വാധീനമുള്ള ഒരു മനുഷ്യനെ കണ്ട് വിറപിടിച്ച കുറച്ച് ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ആ കൂട്ടത്തിൽ അന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ സമുദായത്തിലുള്ളവർ മുൻപന്തിയിലുണ്ടായിരുന്നു. ചില സാമുദായിക സംഘടനകൾ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് വലിയ പങ്കുണ്ട് അതിൽ, അദ്ദേഹത്തെ കുടിക്കുന്നതിൽ. തീർച്ചയായിട്ടും അതല്ലേ? അങ്ങനെ തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പല പ്രസംഗങ്ങളിലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പല പ്രസംഗങ്ങളിലും അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദ് കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം പറയുമ്പോൾ വളരെ വികാരധീരമായിട്ട് സംസാരിക്കുമായി. അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് മുസ്ലിം ലീഗിന്റെ ഒരു PMA സലാം, അദ്ദേഹം നേരത്തെ INL-ലായിരുന്നു. ആ INL നിൽക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിനെ വളരെ ശക്തമായി വിമർശിച്ച ഒരാളാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ച ഒരാളാണ്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് PDP ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പരസ്യമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. എന്തിന്റെ പേരിലാണ് PDP വർഗീയ പാർട്ടിയായി അദ്ദേഹം ചിത്രീകരിച്ചത് മനസ്സിലാകുന്നില്ല. കാരണം 1993 ഏപ്രിൽ മാസം 14 കോഴിക്കോടുള്ള മുതലക്കുളം മൈതാനിയിൽ വെച്ച് രാജ്യത്ത് ആദ്യമായിട്ട് അവർണ മക്കൾക്കും പീഡിത മക്കൾക്കും വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് അബ്ദുൽ നാസർ മഅ്ദനി രൂപം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഇന്ന് 2026
ജനുവരി മാസം 21 ഈ കാലയളവിൽ എവിടെയെങ്കിലും ആരെയെങ്കിലും ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായതായിട്ട് ആർക്കെങ്കിലും കാണിച്ചു തരാൻ സാധിക്കും? ഇല്ല. ഈ MA സലാമിന് പറ്റുമോ? എവിടെങ്കിലും ഏതെങ്കിലും ഒരു കോയമ്പത്തൂരാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറസ്റ്റ് ചെയ്ത് പിന്നെ ജയിലിൽ അടച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും. പക്ഷെ അപ്പൊ പലരും ചോദിച്ചേക്കാം, നിങ്ങളെ നേതാവ് അറസ്റ്റ് ആയില്ലേ? ഈ നേതാവിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ കുറ്റാരോപിതനാക്കിക്കൊണ്ടാണല്ലോ അറസ്റ്റ് ചെയ്തത്. അത് ഞാൻ വേറെ കാര്യം ചോദിക്കുകയാണ്. മാതിരി ഉസ്താനെ കൊടുക്കാൻ ഓപ്പൺ ആയിട്ട് പറയണം, തുറന്നു പറയണം. മാതിരി ഉസ്താനെ കൊടുക്കാൻ ആരൊക്കെ ശ്രമിച്ചു? ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഈ നമ്മൾ കേട്ടെടുത്തോളം സമുദായത്തിൽപ്പെട്ട സംഘടനകൾ ഉൾപ്പെടെ ഈ മുസ്ലിം ലീഗൊക്കെ നല്ല പങ്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ലീഗിന് പങ്കുണ്ട്. സംഘപരിവാരത്തിനും എല്ലാത്തിനും ലീഗിന് പങ്കുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് അവർക്കുള്ള ലാഭം അതിനകത്ത്? കാരണം PDP വളർന്നു വന്ന ലീഗ് വിടില്ല. അത് ശരി, മനസ്സിലായില്ല. PDP വളർന്നു വന്ന ലീഗ് വിടില്ല. അതെ, മനസ്സിലായില്ലേ? അതാണ് ഞാൻ മനസ്സിലാക്കി ഒതുക്കാനുള്ള ഒരു കാരണം. സ്ഥാനം ഒതുക്കാനുള്ള കാര്യം അത് തന്നെയാണ്. അതായത് അത് തന്നെയാണ്, അല്ലാതെ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഈ MA സലാം പറഞ്ഞത് പോലും പിന്നെ PDP വർഗീയ പാർട്ടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ മാറാട് കേസിലെ പ്രതികളെ പരിശോധിച്ചാൽ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. മനസ്സിലായില്ലേ? മാറാട് കേസിലെ അതിന്റെ പ്രതികളെ കുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും, നന്നായിട്ട് അറിയാൻ കഴിയും. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ എവിടെയും PDP ഒരിക്കലും ഒരു വർഗീയ പാർട്ടിയായിട്ട് ആരും ചിത്രീകരിച്ചിട്ടില്ല. എവിടെയും ഒരു പ്രതികളെ ഒരു അണികളെ പോലും ഒരു കേസിന് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ചോദിക്കും, മഅ്ദനി കോയമ്പത്തൂർ നിങ്ങളെ നേതാവിനെ പിടിച്ചില്ലേ, പിന്നെ ഇതിന് അണികളെ പിടിക്കുന്നത്? കാര്യം കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതിയായിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി, കുറ്റാരോപിതനായിട്ട് കൊണ്ടുപോയി. പക്ഷെ 9.5 വർഷം കഴിഞ്ഞിട്ട് നിരപരാധിയായിട്ടാണ് പുറത്തിറങ്ങിയത്. ബാംഗ്ലൂർ സ്ഫോടന കേസ്, അതും അദ്ദേഹം ഇതുവരെയ്ക്കും ഒരു തെളിവും 10-15 വർഷത്തോളം കൊണ്ടായി എന്റെ ഒരു കണക്കൂട്ടി, ഇതുവരെയ്ക്കും ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. അതെ, ഒരു തെളിവും ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. പിന്നെ PMA സലാമിന്റെ കാര്യം എന്താ ഇങ്ങനെ പറയാനായിട്ട്? അദ്ദേഹം എന്തുകൊണ്ടാണ് കാര്യം എനിക്ക് തോന്നുന്നത്, കാരണം മുസ്ലിം ലീഗിനെ കുറിച്ച് ശക്തമായ രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ഈ സദസ്സിനെ ഞാൻ മലീമസപ്പെടുത്തുന്നില്ല, പിന്നെ വെള്ളാപ്പള്ളി നടേശൻ വളരെ ശക്തമായ രീതിയിൽ മുസ്ലിം ലീഗിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ചിലപ്പോ അതിനെ മറവയ്ക്കാൻ വേണ്ടിയിട്ട് PDP-യിലോട്ട് അങ്ങ് പോകട്ടെ, ചർച്ചയാകട്ടെ എന്നുള്ളൊരു ചിന്തയായിരിക്കാം. അങ്ങനെ ആയിരിക്കാം, എന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ എന്തു തന്നെയാണെങ്കിലും ഒരിക്കലും PDP ഒരു വർഗീയ പാർട്ടിയല്ല, അബ്ദുൽ നാസർ മഅ്ദനി ഒരു വർഗീയവാദിയല്ല. കാരണം അന്ന് 1992 ഡിസംബർ 6-ന് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഭാഗമായ ബാബറി മസ്ജിദിന്റെ മുനാരങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ അന്ന് മഅ്ദനി സത്യവിശ്വാസികളോട് മാത്രമല്ല ഈ മാനവരോട് മുഴുവനും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് 1000 പള്ളികൾ തകർക്കപ്പെട്ടാലും ഒരമ്പലത്തിന്റെ മുറ്റത്ത് നിന്ന് ഒരു പിടി മണ്ണ് പോലും മാരരുതേ മക്കളെ എന്നാണ്. അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എന്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ 1990 കാലഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നമ്മൾ പോലും ഇരുന്ന് അറിയാതെ കേട്ട് അദ്ദേഹത്തിന്റെ ആ ശബ്ദ ഗാംഭീര്യം ഇപ്പോഴും എന്റെ ചെവിക്കുള്ളിൽ ഇങ്ങനെ മുഴങ്ങാറുണ്ട്. ഞാൻ എവിടെയും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരു തീവ്രവാദവും കേട്ടിട്ടില്ല, ഭീകരവാദവും കേട്ടിട്ടില്ല. അദ്ദേഹം ശബ്ദിച്ചത് അന്നും, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആസാമിന്റെയും ഗുജറാത്തിന്റെയും ജംഷഡ്പൂരിന്റെയും ജബൽപൂരിന്റെയും അഹമ്മദാബാദിന്റെയും വാരാണസിയുടെയും ഗോഹട്ടയുടെയും അലിഗഡിന്റെയും ഒക്കെ തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയപ്പോൾ അതിനെതിരെ ശക്തമായി ശബ്ദിച്ചു. കാശ്മീരിന്റെ തെരുവോരങ്ങളിൽ നൂറുകണക്കിന് പൂർണ്ണ ഗർഭിണികളായ പർദ്ദധാരണികളായ സഹോദരിമാരുടെ അടിവയറ്റത്ത് കൂർത്തുനൂർത്ത ബയണറ്റുകൾ കുത്തിയിറക്കിക്കൊണ്ട് ആ ഗർഭാശയത്തിൽ കിടക്കുന്ന പിഞ്ചോമന മക്കളെ പുറത്തെടുത്ത് നടുറോഡിലിട്ട് ചവിട്ടിത്തേച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെതിരെ ശക്തമായി ശബ്ദിച്ചു. അങ്ങനെ ഈ രാജ്യത്ത് നടന്ന അനീതികൾക്കെതിരെ, കലാപങ്ങൾക്കെതിരെ അബ്ദുൽ നാസർ മഅ്ദനി ശക്തമായി ശബ്ദിച്ചു. അദ്ദേഹത്തിന്റെ വളർച്ചയിൽ പലരും വളരെയധികം ഭയന്നിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം വളർന്നു വന്നാൽ ഇന്ന് പല പ്രസ്ഥാനങ്ങളും ഇന്ന് ചവറ്റുകൊട്ടയിലേക്ക് മാറുമായിരുന്നു. അതിൽ ഭയന്നാണ് അദ്ദേഹത്തെ ഒതുക്കി തീർത്തത്. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെ ഉള്ള കേസുകൾ കുടുക്കി, ഒരുപാട് ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റാരോപിതയാക്കിക്കൊണ്ട് അവരെയും ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പീഡനങ്ങളും നൊമ്പരങ്ങളും ആ മനുഷ്യൻ അനുഭവിച്ചു. ഇപ്പോഴും ആ മനുഷ്യൻ ഒരു മയ്യത്ത് കിടക്കുന്നത് പോലെയാണ് കിടക്കുന്നത്. അദ്ദേഹത്തിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആ മനുഷ്യനെ നമ്മൾ ചേർത്ത് പിടിക്കണം. എൻ്റെ മുസ്ലിം ഉമ്മത്തിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, ആ മനുഷ്യനെ നമ്മൾ ചേർത്ത് പിടിക്കണം. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ശബ്ദിച്ച മനുഷ്യനാ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലിപ്പിച്ച മനുഷ്യനാണ്. ആ സ്വലാത്തിലൂടെ മനുഷ്യരും നല്ല നല്ല ജീവിതത്തിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.